അടുത്തതായി നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ കെ ജയകുമാർ IAS. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഒരു ഷോർട്ട് വീഡിയോ പ്രൊഫൈൽ നമുക്ക് കാണാം. എല്ലാവരുടെയും ശ്രദ്ധ LED സ്ക്രീനിലേക്ക്. കെ ജയകുമാർ IAS പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ശ്രീമാൻ M. കൃഷ്ണൻ നായരുടെയും ശ്രീമതി കെ. സുലോചനാദേവിയുടെയും മൂത്ത മകനായി ജനിച്ച ശ്രീ കെ ജയകുമാറിൽ അറിവ് നേടാനുള്ള തൃഷ്ണ വളരെ ചെറുപ്പത്തിൽ തന്നെ അന്തർലീനമായിരുന്നു. വിദ്യാഭ്യാസം എന്നത് കേവലം ജോലി സമ്പാദിക്കാനുള്ള മാർഗമല്ലെന്നും അത് മനുഷ്യനാകാനും മനുഷ്യത്വവും സ്നേഹത്തിന് അടിസ്ഥാനമായുള്ള സഹിഷ്ണുതയും സത്യാന്വേഷണത്തിനുള്ള മാർഗവും കൂടിയാണെന്നുമുള്ള തിരിച്ചറിവ് അന്നേ ആ ബാലനിൽ അടിയുറച്ചിരുന്നു എന്ന് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം തെളിയിക്കുന്നു. ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളും കലയോടുള്ള ഒടുങ്ങാത്ത അഭിനിവേശവുമാകാം പിന്നീടുള്ള ജീവിതസ്പർശിയായ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയത്. 1978 ബാച്ചിലെ കേരള കേഡർ IAS ഓഫീസർ, കേരളത്തിൽ ഇന്ന് കാണുന്ന പല സ്വപ്ന പദ്ധതികളുടെയും മികച്ച ആസൂത്രകൻ, സബ് കളക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം നീണ്ട 34 വർഷത്തെ തന്റെ പ്രവർത്തന പന്താവിൽ കേരള സർക്കാരിലും ഇന്ത്യ ഗവൺമെന്റിലും നിരവധി സുപ്രധാന പദവികൾ വഹിച്ചു. കേന്ദ്ര ടൂറിസം സാംസ്കാരിക മന്ത്രാലയം ജോയിന്റ് ഡയറക്ടർ, സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ, MG സർവകലാശാല വൈസ് ചാൻസലർ തുടങ്ങിയ പദവികളും അലങ്കരിച്ചു. അദ്ദേഹത്തിന്റെ ചലനാത്മകമായ പ്രവർത്തനങ്ങളും പ്രായോഗിക ബുദ്ധിയും പ്രശ്നപരിഹാര ശേഷിയും തിരിച്ചറിഞ്ഞ കേരള സർക്കാർ 2012 മാർച്ച് 31 അദ്ദേഹത്തിനെ കേരളത്തിന്റെ 36ാം ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. ചീഫ് സെക്രട്ടറി ആയിരിക്കെ സംസ്ഥാന വികസനം ലക്ഷ്യമാക്കിയുള്ള നിരവധി സുപ്രധാന സംരംഭങ്ങളും പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കെ ജയകുമാർ IAS നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ പ്രദർശിപ്പിക്കുന്നതിനും വിവിധ മേഖലകളിലുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നതിനുമായി നടത്തിയ എമർജിംഗ് കേരള എന്ന നിക്ഷേപ സമാഹരണ പദ്ധതിയിലൂടെ 40,000 കോടി രൂപയിലധികം നിക്ഷേപമുള്ള 45ഓളം പദ്ധതികൾ കേരളത്തിലെത്തിക്കാനായി. യുവാക്കളുടെ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന പദ്ധതി രൂപീകരിച്ച് നടപ്പിലാക്കി. ശബരിമല അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനം എന്നും വൃത്തിയോടും ശുചിത്വത്തോടും കാത്തുസൂക്ഷിക്കുവാൻ വിഭാവനം ചെയ്ത പുണ്യം പൂങ്കാവനം പദ്ധതി ഏറെ ജനപങ്കാളിത്തം നേടിയെടുക്കുകയും ഇന്നും വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഉന്നതമായ സത്യസന്ധതയും ജനാഭിമുഖ്യവുമുള്ള ഓഫീസറായി ശ്രീമാൻ കെ ജയകുമാർ IAS വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ സർഗാത്മകമായി ലഭിച്ച കാവ്യവാസനയെ ലഭിക്കുന്ന ഇടവേളകളിൽ എല്ലാം പരിപോഷിപ്പിച്ചു. മികച്ച കവി, ഗാനരചയിതാവ്, ബാലസാഹിത്യകാരൻ, മികച്ച വിവർത്തകൻ എന്നീ നിലകളിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടി. മലയാളികൾ നെഞ്ചിലേറ്റിയ നിരവധി ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും ജന്മമെടുത്തത്. ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ മൂകാംബികാദേവിയുടെ വർണ്ണനകൾ കുടജാദ്രിയിൽ കുടികൊള്ളുന്ന മഹേശ്വരിയായും സൗപർണികാമൃത വീജികളായും ദേവീ ഭക്തരുടെ കാതരഹൃദയങ്ങളിൽ സഹസ്രനാമങ്ങളായും പ്രാർത്ഥനാ തീർത്ഥമായും പെയ്തിറങ്ങുന്ന അനുഭൂതികളായി. മഴയിലെ മഞ്ഞിന്റെ മറയിട്ട ഓർമ്മകളും നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിലെ കാത്തിരിപ്പും സൂര്യാംശു ഓരോ വയൽപ്പൂവും അനുഭൂതി പൂക്കും നിൻ മിഴികളുമെല്ലാം അദ്ദേഹത്തിന്റെ അനശ്വര സംഭാവനകളായി ആരാധക മനസ്സുകളിൽ എന്നും നിലനിൽക്കും. അദ്ദേഹത്തിന്റെ 10ാമത്തെ കവിതാ സമാഹാരമായ പിങ്കളകേശിനിക്ക് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഭരണഘടനയോടും ജനങ്ങളോടും മാത്രമായിരിക്കണം ഒരു IAS ഉദ്യോഗസ്ഥന്റെ പ്രതിബദ്ധത എന്നത് തന്റെ കർമ്മപദങ്ങളിലൂടെ തെളിയിച്ച നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത എങ്കിൽ പോലും
നിയമങ്ങളിലെ കുരുക്കുകളിൽ പെട്ടുപോകുന്ന ജീവിതങ്ങളെ പ്രായോഗിക സമീപനങ്ങളിലൂടെ മനസ്സാക്ഷിയനുസരിച്ച് സഹായിക്കുന്ന ചന്ദനലേപ സുഗന്ധം ചൂടിയ സർവാർദ്ധ സാധികാനുഗ്രഹമുള്ള മലയാള സാഹിത്യത്തിൻ്റെ സൂര്യതേജസ്സിന് NSS കുവൈറ്റിൻ്റെ 148ാമത് മന്നം ജയന്തി ആഘോഷവേളകളിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. കെ ജയകുമാർ എന്ന എഴുത്തുകാരനെയാണോ, ജനപ്രിയ ഉദ്യോഗസ്ഥനായ സിവിൽ സർവീസുകാരനെയാണോ, ഗാനരചയിതാവിനെയാണോ, അതോ അദ്ദേഹത്തിലെ കവിയെയാണോ, അതുമല്ലെങ്കിൽ വാഗ്വൈഭവം കൊണ്ട് സദസ്സിനെ വരുതിയിലാക്കുന്ന പ്രഭാഷണ ചാതുരനെയാണോ, ആരാണ് ഇതിൽ ഏറ്റവും മികച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ കുഴഞ്ഞു പോകും. കാരണം ഈ മേഖലകളിലെല്ലാം തന്നെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭ. നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശ്രീ ജയകുമാർ സാറിനെ ഏറെ സ്നേഹാദരങ്ങളുടെ NSS കുവൈറ്റ് മന്നം ജയന്തി ആഘോഷം 2025 ഉദ്ഘാടന പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. NSS കുവൈറ്റിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കാർത്തിക് നാരായണൻ, നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്ത ജനറൽ സെക്രട്ടറി ശ്രീ അനീഷ് പി നായർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സംഘടനയുടെ ഭാരവാഹികൾ, അവരുടെ സ്പോൺസേഴ്സ്, എൻ്റെ മുമ്പിലുള്ള ഈ സമ്പന്നമായ സദസ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ നമസ്കാരം. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഈ ആമുഖചിത്രം പോരാത്തതിന് വലിയ വർണ്ണനകൾ, ഇതെല്ലാം കേട്ട് ആകെ സഭാകമ്പത്തിൽ നിൽക്കുകയാണ് ഞാൻ. പിന്നെ അവതാരക ഒരു സത്യം പറഞ്ഞു, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി എന്നാണ് അർത്ഥം കേട്ടോ. പ്രതീക്ഷയോടുകൂടി എന്നാണ് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സത്യമാണ്, ആങ്ഷ്യസ് ആണ്, ആങ്സൈറ്റി ഉണ്ട്. കാരണം ഞാനിവിടെ 1 മണിക്കൂറെങ്ങാനും പ്രസംഗിച്ചാൽ നിങ്ങളുടെ സ്ഥിതി എന്താവും? അതുകൊണ്ട് നിങ്ങളുടെ ആകാംക്ഷ ഞാനും പങ്കുപറ്റുന്നു. NSS കുവൈറ്റുമായി കുറച്ചു കാലമായി ടെലിഫോൺ ബന്ധമാണ് എനിക്ക് ഉള്ളത്. കഴിഞ്ഞ 2-3 വർഷമായി ഇവിടെ വരാനുള്ള ക്ഷണം വരുന്നുണ്ടെങ്കിലും പല കാരണങ്ങളാൽ എനിക്കിവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല. ഇപ്പോഴാണ് അതിന് സമയമായത്. അങ്ങനെ ഇവിടെ വരാനും NSS കുവൈറ്റിൻ്റെ വളരെ അർത്ഥപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ എനിക്ക് അവസരം തന്നതിൽ ഞാൻ നന്ദി പറയുന്നു. അവരുടെ ഹോസ്പിറ്റാലിറ്റിക്ക് ഞാൻ നന്ദി പറയുന്നു. NSS കുവൈറ്റ് കേരളത്തിൽ നിന്ന് ഇത്ര ദൂരെ മാറി ഇവിടുത്തെ പ്രവർത്തനത്തിലൂടെ കേരളത്തിനും മലയാളികൾക്കും ഗുണകരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. മാതൃകാപരമായ സ്നേഹവീട്, NSS ജ്യോതി, കനിവ് തുടങ്ങിയ ഒരുപാട് പരിപാടികളിലൂടെ NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആ നടുക്ക്, അതിൻ്റെ കേന്ദ്രമായിട്ടുള്ള ഒരു വാക്കിനെ അന്വർത്ഥമാക്കുമാറ്. കാരണം സർവീസാണല്ലോ, നായരും സൊസൈറ്റിയും പിന്നെയാണ്. സർവീസ് എന്നുള്ള ക്രിയാപദത്തെ, ആ ക്രിയാപദമാണ്, അതൊരു വെർബാണ്. സർവീസ് എന്നുള്ളത് നാമരൂപമാണെങ്കിലും ടു സെർവ് എന്നുള്ളതാണല്ലോ അതിൻ്റെ ക്രിയ. അതിൻ്റെ ആ നാമരൂപത്തെ ക്രിയാപദമാക്കി മാറ്റിക്കൊണ്ട് സേവന രംഗത്ത് മുന്നോട്ട് പോകുന്ന NSS കുവൈറ്റിൻ്റെ ഭാരവാഹികളെ, അതിൻ്റെ അംഗങ്ങളെ, അവർക്ക് പിന്തുണ കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടി ഇപ്പോൾ തന്നെ കുറച്ച് വൈകി ഓടുന്ന വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം നിങ്ങളുമാണ്. കാരണം ഞങ്ങൾ കൃത്യം 3 മണിക്ക് വരാൻ തയ്യാറായിരുന്നപ്പോൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, 15 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി. അങ്ങനെയാണ് വരാൻ 4:30 മണിയായത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ റെഡിയായിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണം കൊണ്ട് നിങ്ങളുടെ ഈ സായാഹ്നം ഇല്ലാതാക്കാനൊന്നുമുള്ള മനക്കെട്ടി എനിക്കില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ പോകുന്നതും ശരിയല്ല. അതുകൊണ്ട് ഇത്രയും ചുരുക്കി മന്നത്ത് ആചാര്യനെ പറ്റിയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും
നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ പറ്റിയുമൊക്കെ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ കോർത്തിണക്കി വളരെ ചുരുങ്ങിയ വാക്കുകൾ ഒരു ബുള്ളറ്റ് പോയിൻ്റ് പ്രസംഗം നടത്താമെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾ നാട്ടിൽ ഈ ലോങ് ഡിസ്റ്റൻസ് വണ്ടികളാണ്. എന്ന് വെച്ചാൽ ഒരു 45-50 മിനിറ്റൊക്കെ സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എത്രത്തോളം ക്ഷമയുള്ളവരാണ് എന്നെനിക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ടും ഇനി ഇവിടെ ഒരുപാട് കലാപരിപാടികൾ നടക്കാനുള്ളത് കൊണ്ടും ഞാൻ വളരെ വളരെ ചുരുക്കി സംസാരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കുവൈറ്റിലേക്ക് വരുന്നത് എപ്പോഴും സന്തോഷമാണ്. കാരണം എന്തെന്നാൽ എപ്പോഴും വരുന്നില്ല എന്നുള്ളതാണ് ആ സന്തോഷത്തിൻ്റെ കാരണം. ഞങ്ങൾക്ക് സന്തോഷം, കേൾക്കുന്നവർക്ക് സന്തോഷം. കാരണം ദുബായിലൊക്കെ നമ്മളൊക്കെ ചെല്ലുന്നത് കൊണ്ട് നമുക്കും അവർക്കും വലിയ സന്തോഷമില്ല. കാരണം ഇയാൾ വീണ്ടും വന്നോ എന്നാണ് ചോദിക്കുക. എപ്പോഴല്ലേ വന്നിട്ട് പോയത്? കുവൈറ്റിൽ അങ്ങനെ വിളിക്കാറില്ല, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടേ വിളിക്കാറുള്ളൂ. അതുകൊണ്ട് ഇയാൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് നമ്മളെപ്പറ്റി ആരും പറയുകയില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ വന്നതിൽ സന്തോഷം. പിന്നെ വരുന്നത് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സേവനങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള ഒരു സന്തോഷം. സർവോപരി മന്നത്ത് ആചാര്യനെ പറ്റി അനുസ്മരിക്കാനും കൂടിയാണ് ഈ സമ്മേളനം. ആചാര്യനെ പറ്റി അനുസ്മരിക്കാനുള്ള ഏതൊരു സന്ദർഭവും വളരെ പ്രസക്തമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന വിധത്തിൽ ഒരുപക്ഷെ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മഹാപ്രതിഭാശാലിയായ നേതാവ് വേണ്ടത്ര മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണോ, ഒരു ചരിത്ര പുരുഷനാണോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അന്ധരാനയെ കണ്ടതുപോലെ എന്ന് പറഞ്ഞത് മാതിരി ആചാര്യൻ എന്ന് പറയുന്ന മഹാമേരുവിനെ കുറേശ്ശെ ആയിട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാം കുറേശ്ശെ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അത്ര മാത്രമേ ഉള്ളൂ. ആചാര്യനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ധാരണയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എന്ന് ഒരു ചിന്ത കൂടെ എൻ്റെ മനസ്സിനെ അലട്ടാറുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളുടെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ആവശ്യം നമ്മുടെ ധാരണകളെ പുതുക്കി പണിയുക എന്നുള്ളതാണ്. മന്നത്ത് പത്മനാഭൻ ആരായിരുന്നു എന്നുള്ളത് നമ്മുടെ ധാരണകളിൽ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളൊരവസരമായി നമ്മളിതിനെ കാണണം. മാത്രവുമല്ല, മഹാപുരുഷന്മാരെ, പുരുഷനെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ത്രീകളും പെടും കേട്ടോ, ചരിത്ര വ്യക്തികൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവർ ചരിത്രത്തിലൂടെ മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അവരെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയിരുന്നോ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കാലഘട്ടത്തിലും അവർ നമ്മൾ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്, അഥവാ പുനർനിർവചിക്കേണ്ടതായിട്ടുണ്ട്. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ യേശു ക്രിസ്തു അല്ല ഇന്ന് നമ്മൾ അറിയുന്ന യേശു ക്രിസ്തു. ഗാന്ധിജി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഗാന്ധിജി അല്ല ഇന്ന് 2025 നമ്മൾ ഗാന്ധിജിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്ന ഗാന്ധി അല്ല ഇന്നത്തെ ഗാന്ധി. ശ്രീബുദ്ധൻ്റെ കാലത്ത് കൊട്ടാരം വിട്ടിറങ്ങിയ വെറുമൊരു രാജകുമാരനായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു വിപ്ലവകരമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവന്ന ഒരു ഗുരുവായിരുന്നു ശ്രീബുദ്ധനെങ്കിൽ ഇന്ന് 2500 വർഷങ്ങൾക്ക് ശേഷം ശ്രീബുദ്ധൻ്റെ അവസ്ഥ അതല്ല. ശ്രീനാരായണ ഗുരു കേരളത്തിൽ എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്ന ആളുകൾ മനസ്സിലാക്കിയതുപോലെ അല്ല ഇന്ന് ഗുരു മനസ്സിലാക്കപ്പെടുന്നത്. ചട്ടമ്പി സ്വാമികളും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത തലമുറ അദ്ദേഹത്തെ എങ്ങനെ മനസ്സിലാക്കിയോ അതേപോലെ ആണോ ഇന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത്? അഥവാ അദ്ദേഹത്തിൻ്റെ പ്രസക്തി നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ചരിത്രത്തിൻ്റെ ആ ഘട്ടത്തിൽ മാത്രം നിർത്തി പരിശോധിക്കുമ്പോഴുള്ള മന്നത്ത് പത്മനാഭനാണോ? എന്താണ്? വ്യക്തികൾ ആശയങ്ങളായി രൂപാന്തരപ്പെടുകയാണ്, വ്യക്തികൾ പ്രതീകങ്ങളായി മാറുകയാണ്. മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ അനേകം പുരോഗമനാശയങ്ങളുടെ പ്രതീകമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സന്ദർഭത്തിൽ നിർത്തിക്കൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആചാര്യനെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള നമ്മുടെ അറിവുകളുടെ പരിമിതികൾ നമ്മൾ ഓർക്കണം എന്ന് ഉള്ളൊരു ആമുഖമാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് കൊടുത്ത പങ്കിനെ പറ്റിയൊക്കെ വേണ്ടത്ര തിരിച്ചറിവ് ഇന്നും കേരളീയ സമൂഹത്തിലില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിനെ ഒരു മതത്തിൻ്റെ ഒരു ജാതിയുടെ മാത്രം ആചാര്യനായി കരുതുന്ന ഒരു ചിന്താധാരയും കേരളത്തിലുണ്ട്, പൊതുവേ ഉണ്ട്.
അദ്ദേഹം NSS സ്ഥാപിച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ വന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ നവോത്ഥാനം എന്നത് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു നീക്കമായിരുന്നുവോ? മന്നത്ത് പത്മനാഭൻ ജീവിച്ചിരുന്ന കാലഘട്ടം അഥവാ കേരളത്തിൻ്റെ നവോത്ഥാനം നടന്ന ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളെന്ന് പറയുന്ന കാലഘട്ടത്തിൽ എങ്ങനെയുള്ളൊരു കേരളമായിരുന്നു എന്ന് ഇന്നിവിടെ ഇരിക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ആളുകളിൽ ഒരാൾ ഞാനായിരിക്കും. ഞാൻ ജനിച്ചത് തന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണല്ലോ. അപ്പോൾ ആ നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 10, 20, 30 വർഷങ്ങളിൽ കേരളം എങ്ങനെയിരുന്നുവെന്ന് നമുക്ക് പുസ്തകങ്ങളിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം, വൈക്കം സത്യാഗ്രഹം നടന്ന കാലഘട്ടം, പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന കാലഘട്ടം, ക്ഷേത്രപ്രവേശന വിളംബരം നടത്താനായി സമ്മർദ്ദങ്ങൾ നടന്ന കാലഘട്ടം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശം ഒരു ഭാഗത്തോടി നമ്മുടെ ജനതയെ ആവേശിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം, ഓരോ സമുദായവും അവരുടേതായിട്ടുള്ള കഷ്ടതകളെപ്പറ്റി തിരിച്ചറിഞ്ഞ് കൊണ്ടിരുന്ന കാലഘട്ടം, അടിമത്തത്തിൽ കിടന്ന ആളുകൾ എന്നും നമ്മളിൽ അടിമത്തത്തിൽ കിടക്കേണ്ടവരാണോ എന്ന് ചോദിച്ചു തുടങ്ങിയ കാലഘട്ടം. സ്വാമി വിവേകാനന്ദനെ പോലെ ഒരാൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ 1899 മറ്റോ അദ്ദേഹം കേരളം സന്ദർശിച്ച സമയത്ത് കേരളം ഭ്രാന്താലയമാണ് എന്ന് പറയുവാൻ ഉള്ള പാകത്തിൽ ജാതി ചിന്തകൾ കൊണ്ട്, ഐത്താചാരങ്ങൾ കൊണ്ട് നരൻ അശുദ്ധ വസ്തുപോൽ എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യന് വേറൊരുത്തൻ അശുദ്ധ വസ്തുവായി തീർന്ന ഒരു കേരളത്തിലാണ് ഈ മുന്നേറ്റം ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കണം. അത് കേവലം ജാതിക്കെതിരെയുള്ള മുന്നേറ്റം മാത്രമല്ല, ജാതീയമായ വിചാരങ്ങൾ കൊണ്ടും കാർഷിക ബന്ധങ്ങൾ കൊണ്ടും ഒക്കെയുള്ള അധികാര ബന്ധങ്ങൾ കൊണ്ടുമെല്ലാം മനുഷ്യനെ അടക്കിവാണുകൊണ്ട്, ചില വിഭാഗങ്ങൾ അടക്കിവാണുകൊണ്ട് മറ്റു ചിലർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ന് നമുക്ക് ഭരണഘടനയില്ല, നമ്മളൊരു സ്വതന്ത്ര രാജ്യമല്ല, നമുക്ക് അവകാശങ്ങളില്ല. അന്ന് ഭരിക്കുന്ന രാജാക്കന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അന്നത്തെ ദിവാന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് എന്തും ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് ചിന്തിക്കേണ്ട കാലഘട്ടമായി എന്ന് ഒരു ജനതയെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവാകട്ടെ, ചട്ടമ്പി സ്വാമികളാകട്ടെ, മന്നത്ത് പത്മനാഭനാകട്ടെ ഒക്കെ തന്നെ മുമ്പോട്ട് വരുന്ന ഒരു കാലഘട്ടമാണിത്. എന്തായിരിക്കാം അങ്ങനെ ഒരു വിചാരമെന്നുണ്ടാകാൻ കാരണം സാധാരണ ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനങ്ങളെ എന്നും ചവിട്ടി മെതിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കുമാരനാശാൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വരിയുണ്ടല്ലോ, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്ന് പറയുന്നില്ലേ. അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു സമുദായത്തിൽപ്പെട്ടവർ യാതൊരു അവകാശവുമില്ല എന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടം. ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ അകറ്റി നിർത്തിയിരുന്ന അങ്ങേയറ്റം ബീഭത്സമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഉൽപ്പതിഷ്ടുക്കളായിട്ടുള്ള ഈ മനുഷ്യരൊക്കെ ഇവിടെ ഒരു ജാതി ഒരു മതം എന്നൊക്കെ ഉള്ള ആശയങ്ങൾ ഉണ്ടായി വരുന്നത്. ആ ഒരു ആവേശത്തിരയിലാണ്, തിരയുടെ ഭാഗമാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആചാര്യൻ കേവലം നായർ സമുദായത്തിനെ മാത്രം സമുദ്ധരിക്കാൻ വേണ്ടി പ്രയത്നിച്ച ആളല്ല എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ തന്നെ മലയാള മനോരമയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു സവർണജാഥയുടെ സാങ്കത്യത്തെപ്പറ്റി. വൈക്കം സത്യാഗ്രഹം എന്തിനാണ് എന്നറിയാവുന്ന എത്ര പേരിവിടെ യുവാക്കളുടെ കൂട്ടത്തിലുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? ക്ഷേത്രത്തിൽ പ്രവേശിക്കാനല്ല കേട്ടോ. എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹം ആയിരുന്നില്ല വൈക്കം സത്യാഗ്രഹം. പിന്നെയോ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമുള്ള വഴിയിലൂടെ നടക്കാൻ മുന്നോക്ക ജാതിക്കാർക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ല എന്ന് പറഞ്ഞിടത്ത് പശുവും കാളയും നായയും നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് താണജാതിക്കാരുടെ പ്രഖ്യാപനമാണ്. ആ അവകാശം സംരക്ഷിക്കാനുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഇടപെട്ടു, പെരിയാർ ഇടപെട്ടു, ശ്രീനാരായണ ഗുരു ഇടപെട്ടു, എത്ര പേർ ഇടപെട്ടിട്ടാണ്. എന്നിട്ടും ആ സമരം വിജയിച്ചില്ല. ആ സമരം വിജയിക്കാതിരുന്ന സമയത്ത് അന്ന് രാജ്യം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റീജന്റ് മഹാറാണിക്ക് ഒരു വലിയ പെറ്റീഷനുമായിട്ട് ഈ വൈക്കത്ത് നിന്ന് ഒരു ജാഥ നയിക്കുകയാണ് മന്നത്ത് പത്മനാഭൻ. എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് അവിടെയൊക്കെ പോകാൻ കേട്ടോ, അവർക്കൊരു തടസ്സവുമില്ല. അദ്ദേഹത്തിൻ്റെ സമുദായ അംഗങ്ങൾക്ക് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റും നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടല്ല.
എൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല, ആ അവകാശം നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് അത് കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി ആ അവകാശമുള്ള ആളുകളുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മന്നത്ത് പത്മനാഭൻ അന്നത്തെ റീജൻ്റ് മഹാറാണിയുടെ മുമ്പാകെ ഒരു ജാഥ നയിക്കുകയാണ്. ഈ ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആചാര്യൻ്റെ മനസ്സിൻ്റെ വൈപുല്യം നമ്മളത് തിരിച്ചറിയണം. അതാണ് ഞാൻ പറഞ്ഞത്, നായർ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രം വന്ന ഒരാചാര്യനല്ല മന്നത്ത് പത്മനാഭൻ. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയോട് ചെയ്യുന്ന നീതികേടാണ് എന്ന് ഞാൻ പറയും. ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ എൻ്റെ ജാതിക്ക് വേണ്ടിയോ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയോ അല്ലാതെ മറ്റൊരാളിന് നീതി നിഷേധിക്കരുത് എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കാൻ പോലും ധൈര്യമുള്ള ഒരാൾ നമ്മുടെ ഭാരതത്തിലുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ്. എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ചെയ്യും, ഞാൻ ജാഥ നയിക്കും, സത്യാഗ്രഹം എനിക്കും, എന്തും ചെയ്യും, എനിക്ക് വേണ്ടി, എൻ്റെ ജാതിക്ക് വേണ്ടി, എൻ്റെ മതത്തിന് വേണ്ടി, എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി. എന്നാൽ വേറൊരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇത് നിഷേധിക്കപ്പെട്ട ഒരാളിൻ്റെ അവകാശം സംരക്ഷിക്കേണ്ടതാണ് എന്ന് പറയാനുള്ള പക്വതയും അവബോധവുമുള്ള ഒരു നേതാവിനെ ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കാൻ മന്നത്ത് പത്മനാഭൻ്റെ ഓർമ്മയെ മുൻനിർത്തി ആ വെല്ലുവിളി നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് മന്നത്താചാര്യൻ്റെ മഹത്വം എന്നത്. തനിക്ക് വേണ്ടിയിട്ടല്ല, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുവാനാണ് എൻ്റെ ധിഷണ എന്ന് തിരിച്ചറിഞ്ഞ ആചാര്യൻ വാസ്തവത്തിൽ തലമുറകൾക്ക് ആചാര്യനാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ നായന്മാർക്ക് ഗുണമുണ്ടാക്കിയത് കൊണ്ട് മാത്രം ഒരു ആചാര്യനായ ആളല്ല മന്നത്ത് പത്മനാഭൻ എന്ന് ഇന്നത്തെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ കാലഘട്ടവും ചരിത്ര നേതാക്കളെ, നമ്മൾ ചരിത്ര പുരുഷന്മാരെ വീണ്ടും നമ്മുടെ കാലഘട്ടത്തിലേക്ക് വേണ്ടി നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കേണ്ടി വരും. അങ്ങനെയില്ല എങ്കിൽ 100 വർഷത്തിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് മാത്രം ആലോചിച്ചു കൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഓർമ്മ തന്നെ അപ്രസക്തമായി പോകും. അപ്പോൾ അതുകൊണ്ട് മന്നത്ത് പത്മനാഭനെ, ആ ആചാര്യനെ ഈ കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ വീണ്ടെടുക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജാതീയമായ ചിന്തകൾ കൊണ്ട് മാത്രം നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി മന്നത്ത് പത്മനാഭനെ കാണരുത്. അദ്ദേഹം എന്തിന് അദ്ദേഹത്തിൻ്റെ ജാതിയുടെ ഉന്നമനത്തിന് വേണ്ടി അന്ന് പ്രസ്ഥാനമുണ്ടാക്കി അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ, അന്നത്തെ നായർ സമുദായത്തിൻ്റെ അവസ്ഥ അത്രയും ഭീകരമായിരുന്നു, അത്രയും മോശമായിരുന്ന ഒരു കാലഘട്ടത്തിൽ. ജാതിയിൽ ഉയർന്നവരാണ്, ക്ഷേത്രത്തിലൊക്കെ പോവാം, പക്ഷേ എന്താണ്, അഷ്ടിക്ക് വകയില്ലാത്ത അവസ്ഥയിൽ യാതൊരു ഉന്നമനവുമില്ലാതെ, വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ പോകുന്നതിന് തടസ്സമില്ല, പക്ഷേ പോകാൻ വഴിയില്ല, ആരും പോവുകയില്ല. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാതെ കുറേ ഒഴിഞ്ഞ ഭൂമിയൊക്കെ കിടപ്പുണ്ടാവും, പക്ഷേ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, സാംസ്കാരികമായി ഉയർന്നു വരാത്ത, വിദ്യാഭ്യാസപരമായി ഉയർച്ചയില്ലാതെ നശിച്ചുകൊണ്ടിരുന്ന ഒരു സമുദായത്തെ, സാമ്പത്തികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും എല്ലാം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ ഉദ്ധരിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് സാമ്പത്തികമായ അവസരങ്ങൾ വേണം, അവർക്ക് പഠിക്കാൻ സ്ഥാപനങ്ങൾ വേണം, അവർക്ക് ആനുകൂല്യങ്ങൾ വേണം, അവരുടെ സമുദായത്തിന് ഒരു ഒത്തൊരുമയുണ്ടാകണം എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ആ സമുദായത്തിൽ തന്നെ നിലനിന്നിരുന്ന അനേകം അനാചാരങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹം തയ്യാറായത് കേവലം ഒരു ജാതി ചിന്തയല്ല, പിന്നെയോ എൻ്റെ സമുദായത്തിൽപ്പെട്ട മനുഷ്യർ നന്നാവണം എന്ന് അന്ന് ഓരോ സമുദായവും വിചാരിച്ചതുപോലെ അദ്ദേഹവും വിചാരിച്ചു എന്നർത്ഥം. ശ്രീനാരായണ ഗുരു എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അവശനില കണ്ടിട്ട് അവർക്ക് വേണ്ടി പലതും ചെയ്യാൻ അദ്ദേഹം മുമ്പോട്ട് വന്നില്ലേ? വിദ്യയിലൂടെയാണ് വിമോചനം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു പ്രവർത്തിച്ചില്ലേ? പിന്നെ കള്ള് ചെത്തരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് മദ്യപിക്കാനുള്ള വാസനയെ അദ്ദേഹം പ്രതിരോധിച്ചില്ലേ? വ്യവസായവും വിദ്യാഭ്യാസവുമാണ് നമ്മുടെ ഉന്നമനത്തിന് ആവശ്യം, ക്ഷേത്രങ്ങളല്ല എന്ന് പറയാൻ പോലും ശ്രീനാരായണ ഗുരു തയ്യാറായത് എന്തുകൊണ്ട്? മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ അപജയത്തിന് എതിരായി പുരോഗതിയിലേക്ക് നയിക്കാൻ, നാളത്തേക്ക് ജനതയെ ഉണർത്താൻ വേണ്ടി ഒരു ക്ഷേമകരമായിട്ടുള്ള ജീവിതം നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകണം എന്നുള്ള ആ വലിയ ചിന്തയാണ് ഇവരെയൊക്കെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത്. ആ അർത്ഥത്തിലാണ് മന്നത്ത് പത്മനാഭൻ, അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ, അന്ന് കേരളത്തിൽ ഇത്രയും പണമൊന്നുമുള്ള സമയമല്ല കേട്ടോ, അദ്ദേഹം നടന്ന് എവിടെയെല്ലാം ഭൂമി സമ്പാദിച്ചു. ഇന്ന് കാണുന്ന NSS കോളേജുകളുടെയും സ്കൂളുകളുടെയും ഒക്കെ ഭൂമി
അന്ന് ഭൂമിയുള്ളവരിൽ നിന്ന് സൗജന്യമായിട്ടും ഒക്കെ അദ്ദേഹം സമ്പാദിച്ചാണ് ഈ കോളേജുകളൊക്കെ സ്ഥാപിച്ചു. ഇപ്പോൾ പന്തളം NSS കോളേജിൻ്റെ മുമ്പേ കൊണ്ടുപോയാൽ നമ്മൾ ഇതിനെ അത്ഭുതപ്പെട്ടു. ഇത്രയും സ്ഥലം കിടക്കുകയാണ്. ഓരോ തിരുവനന്തപുരം MG കോളേജിലും കിടപ്പുണ്ട് ഇഷ്ടംപോലെ സ്ഥലം. ഇതൊക്കെ ആചാര്യൻ ഉണ്ടാക്കിയതാണ്. ആചാര്യൻ്റെ കാലത്തിന് ശേഷം ഇവിടെ ആരും പിന്നെ ഇത്രയും സ്ഥലമൊന്നും സമ്പാദിച്ചിട്ടില്ല. ഇഷ്ടംപോലെ സ്ഥലം, ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ ഒക്കെ സ്ഥാപിച്ച് എന്തെല്ലാം കഷ്ടതകൾ അനുഭവിച്ചിട്ടായിരിക്കണം വളരെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട്, എളിയ ജീവിതം നയിച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് അദ്ദേഹത്തോട് വാസ്തവത്തിൽ നമ്മൾ എങ്ങനെയാണ് നീതി പുലർത്തേണ്ടത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മാനവികതയെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് നീതി പുലർത്തേണ്ടത് എന്നും അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക വഴിയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയോട് നീതി പുലർത്തേണ്ടതുമാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹം നാളത്തെപ്പറ്റി ചിന്തിച്ച നേതാവാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ നാളത്തെപ്പറ്റി ചിന്തിച്ചില്ല എങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ നീതി പുലർത്തുന്നില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന വളരെ വിഷനറി ആയിട്ടുള്ള നാളത്തെപ്പറ്റി ചിന്തിക്കുവാൻ കഴിവുള്ള ഒരു നേതാവായി അദ്ദേഹം വളർന്നത്. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മഹാത്മാവായിട്ടുള്ള ഒരു ആചാര്യ പദവിയിലെത്തിയ മന്നത്ത് പത്മനാഭൻ്റെ ഓർമ്മയോട് നീതി പുലർത്തേണ്ടത് എന്ന് ഇന്നത്തെ തലമുറ ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, അദ്ദേഹം പിന്തുടർന്ന വലിയ ആശയങ്ങൾ, മതേതരത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, പുരോഗതിയുടെ, സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ ആശയങ്ങൾ. ആ ആശയങ്ങളൊക്കെ പിന്നീട് ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളത് നമ്മുടെ ഭാഗ്യം. അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലത്ത് 1914 NSS സ്ഥാപിക്കുമ്പോൾ ഭാരതം സ്വതന്ത്ര രാജ്യമല്ല എന്ന് നമ്മൾ ഓർക്കണം. ഭാരതം സ്വതന്ത്ര രാജ്യമല്ല, നമുക്ക് ഭരണഘടനയില്ല, നമുക്ക് ഗവൺമെൻറ് ഇല്ല. അന്ന് അദ്ദേഹം വിഭാവനം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ വലിയൊരളവിൽ നമ്മുടെ ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യ ഒരു മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൊക്കെ ആയി മാറിയതിൻ്റെ പിന്നിൽ എന്താണ്? ഈ ആദർശങ്ങളെല്ലാം ഉണ്ട്. വാസ്തവത്തിൽ കേരള നവോത്ഥാനത്തിൻ്റെ ആദർശങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നുണ്ട്. പിന്നെ ഏട്ടിലെ പശു പുല്ല് തിന്നുമോ എന്ന് ചോദിച്ചാൽ ഭരണഘടനയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു കാര്യം. പക്ഷേ ഭരണഘടന ഇതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആചാര്യൻ്റെ സ്മരണയോട് നീതി പുലർത്തണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം അനുവർത്തിച്ചിരുന്ന മൂല്യങ്ങൾ ഇന്ന് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. 2, അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നാളേക്ക് വേണ്ടിയുള്ള സജ്ജീകരണം നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം അദ്ദേഹം ആഗ്രഹിച്ചത് അതാണ്. നമ്മുടെ മക്കൾ നാളേക്ക് ഉള്ള സജ്ജീകരണത്തോടുകൂടി വളരണം, ഈ സമൂഹത്തെ നയിക്കാൻ പ്രാപ്തിയുള്ളവരായി തീരണം. അതിനു വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം. എന്നാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസമല്ല ഇന്നത്തെ വിദ്യാഭ്യാസം. അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക സാമൂഹ്യ മാറ്റങ്ങളല്ല ഇന്ന് നടക്കുന്നത്. എത്രയോ വേഗതയിൽ അത്ഭുതാവഹമായ രീതിയിൽ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറാത്ത വിദ്യാഭ്യാസ ശൈലി കൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? കേരളത്തിൻ്റെ പ്രശ്നം അതാണല്ലോ, വിദ്യാഭ്യാസം മാറണം, ഈ വേഗതയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ മൂല്യങ്ങളോട് ബന്ധമുള്ള ഒരു പുതിയ ലോകം പടുത്തുയർത്താൻ കെൽപ്പുള്ള മക്കളായി നമ്മുടെ അനന്തര തലമുറ വളരുന്നു എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് നിഷ്ഠയുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആചാര്യൻ്റെ സ്മരണയോട് നീതി പുലർത്തണമെങ്കിൽ നമ്മുടെ മക്കളെ ജാതീയതയല്ല മാനവികതയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് ഞാൻ പറയും. ജാതീയതയല്ല മാനവികതയിലാണ് നമ്മുടെ മക്കളുടെ അനന്തര തലമുറയുടെ വളർച്ച. അതുകൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന നേതാവിനെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനവികത, അദ്ദേഹത്തിൻ്റെ മൂല്യബോധം, അദ്ദേഹത്തിൻ്റെ മതേതരത്വം ഇതെല്ലാം ഉൾക്കൊണ്ട് ഇന്ന് അതിനെതിരെ ഉണ്ടാകുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ, നേരിടാൻ വേണ്ട മൂല്യബോധത്തോടു കൂടി നമ്മുടെ മക്കൾ വളരുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇതിപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് സാങ്കേതികമായ വളർച്ചയുടെ കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയും മെഷീൻ ലേണിങ്ങിനെ പറ്റിയും ഇനി വരാൻ പോകുന്ന ഭാവിയിലെ ടെക്നോളജിയൊക്കെ പറ്റി പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നെക്കാളും ഒരുപക്ഷെ നന്നായി അറിയാം.
അങ്ങനെയുള്ളൊരു ലോകത്ത്, ഈ സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ലോകത്ത് ജീവിക്കാൻ പോകുന്ന കുട്ടികൾ, ഞാനീ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സാങ്കേതിക വിദ്യ കൊണ്ട് നയിക്കപ്പെടുന്ന ലോകത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട നമ്മുടെ കുട്ടികൾ, നമ്മൾ ജീവിച്ച സാങ്കേതിക വിദ്യ അല്ല. ഇനി ഒരു 15 വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വളർന്ന് യുവാക്കളായി വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെത്തുമ്പോൾ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെയൊക്കെയാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, അതിൻ്റെ വ്യക്തത നമുക്കില്ല എങ്കിൽ പോലും ടെക്നോളജി ഈസ് എ റിയാലിറ്റി വിച്ച് ഈസ് ഗോയിങ് ടു ഇൻഫ്ലുവൻസ്, മോൾഡ് ആൻഡ് ഗൈഡ് അസ്. നമ്മളെ മുഴുവൻ ഭരിക്കുന്നത് ടെക്നോളജി ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടെക്നോളജിക്ക് ദോഷമൊന്നുമില്ല, ഞാനൊരു ടെക്നോളജി ഇഷ്ടപ്പെടാത്ത ആളൊന്നുമല്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അല്ലെങ്കിൽ ടെക്നോളജിക്ക് പ്രാപ്യമല്ലാത്ത മനുഷ്യ ജീവിതത്തിലെ ചില മൂല്യങ്ങളെയും ചില മേഖലകളെയും തമസ്കരിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. എന്ന് പറഞ്ഞാൽ, നിങ്ങളിനി എന്തെല്ലാം സാങ്കേതികമായ അറിവുകൾ നേടിയാലും കഴിവുകൾ നേടിയാലും വേഗത നേടിയാലും ഒരു ടെക്നോളജിക്കും നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ സാധ്യമല്ല. വികാരങ്ങൾ അറിയാനോ മറ്റുള്ളവൻ്റെ വേദന അറിയാനോ ടെക്നോളജിക്ക് സാധ്യമല്ല. അങ്ങനെ ഒരു അൽഗോരിതം എഴുതാൻ സാധ്യമല്ല. മനുഷ്യവികാരങ്ങളുടെ മേൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ടെക്നോളജിക്ക് ഉണ്ടാവുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ കരയാനും ചിരിക്കാനും സ്വപ്നം കാണാനും മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ അനുതാപം പ്രകടിപ്പിക്കുവാനും അല്ലെങ്കിൽ അനുതപിക്കുവാനും ഒക്കെ കഴിയണമെങ്കിൽ, ഞങ്ങളെപ്പോലെ കവികളായി തീരണമെങ്കിൽ അത് ഹൃദയത്തിന് മാത്രമേ സാധിക്കൂ. ടെക്നോളജിക്ക് ഹൃദയത്തിലേക്ക് പ്രവേശനമില്ല. നമ്മുടെ ONV സാറിൻ്റെ ഒരു പഴയ പാട്ടിലെ ഒരു വരി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എൻ മണി വീണയിൽ വീണപൂവേ നിൻ്റെ നൊമ്പരം നിന്ന് തുടിപ്പൂ എന്ന് ഒരു പഴയ പാട്ടാണ് കേട്ടോ. ആ മലർ പൊയ്കയിൽ എന്നുള്ളൊരു പഴയ പാട്ടിൽ എന്താണ് അതിൻ്റെ അർത്ഥം? വീണപൂക്കളാണ്. വീണപൂ എന്ന് പറയുമ്പോൾ ആശാൻ്റെ വീണപൂവൊക്കെ വന്നു. എൻ മണി വീണയിൽ, എൻ്റെ കവിതയാകുന്ന മണിവീണയിൽ വീണപൂവേ നിൻ്റെ നൊമ്പരം നിന്ന് തുടിപ്പൂ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് അങ്ങ് താഴെ വീണുപോയ ആളുകളുണ്ടല്ലോ, ജീവിതങ്ങളുണ്ടല്ലോ. ആ ജീവിതത്തിൻ്റെ നൊമ്പരം എൻ്റെ സംഗീതത്തിൽ, എൻ്റെ ജീവിതത്തിൽ തുടിക്കണം, എൻ്റെ വീണയിൽ തുടിക്കണമെന്ന് പറയുമ്പോൾ, ഞാനെന്ന് പറയുന്ന കവി സാധാരണക്കാരന് വേണ്ടി, സാധാരണക്കാരൻ്റെ ദുഃഖങ്ങൾക്ക് വേണ്ടി പ്രതിസ്പന്ദം നടത്തുന്നവനായി തീരണം എന്നാണ് കവിയുടെ ആഗ്രഹം. ഇത് എല്ലാ മനുഷ്യരിലുമുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാണ് വീട് വെച്ച് കൊടുക്കുന്നത്? വീട് ആരെങ്കിലും വെച്ച് കൊടുക്കും, സർക്കാരിൻ്റെ ഭവന പദ്ധതിയിൽ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കാം. നിങ്ങളെ 10 വീട് വെച്ച് കൊടുത്തു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഭവന പ്രശ്നം തീരുന്നില്ല, അത് നമുക്കറിയാമല്ലോ. പക്ഷേ എങ്കിലും ആ പ്രശ്നം തീർന്നില്ലെങ്കിലും നമ്മളാലാവും വിധം 10 കുടുംബങ്ങളെ സഹായിക്കാൻ സാധിച്ചല്ലോ, അതിനുള്ള അവസരം എനിക്ക് കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുണ്ടാവുന്ന സംതൃപ്തിയാണ് പ്രശ്നം. അവർക്ക് കിട്ടിയ വീട് അവർക്കുണ്ടാക്കി കൊടുക്കുന്ന സംതൃപ്തിയേക്കാൾ വലുത് അവരെ സഹായിക്കാൻ എനിക്ക് സാധിച്ചുവല്ലോ എന്ന നിർവൃതിയാണ്. ഇത് വൈകാരികമായൊരു നിർവൃതിയാണ്. അപ്പോൾ സേവനം എന്നത് ഒരു നിർബന്ധം കൊണ്ട് ചെയ്യുന്നതല്ല, ഈ ഒരു വൈകാരികമായിട്ടുള്ള നിർവൃതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ടെക്നോളജിക്ക് സാധ്യമല്ല. ടെക്നോളജി കനോട്ട് മേക്ക് യു വീപ്പ്. ടെക്നോളജി മൈറ്റ് ബി ഏബിൾ ടു മേക്ക് യു ലാഫ്. ഏതെങ്കിലും കോമഡി കാണിച്ചിട്ട് ചിരിപ്പിക്കാൻ പറ്റും, പക്ഷേ ഹൃദയം കൊണ്ട് നിങ്ങളെ പ്രതികരിപ്പിക്കുവാൻ ടെക്നോളജിക്ക് സാധ്യമല്ല. അതുകൊണ്ട് in a world which is going to be pervaded by the strength of technology, it is necessary that our children retains the values of the heart. ഹൃദയത്തിൻ്റെ മൂല്യങ്ങളെ പരിരക്ഷിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കണമെങ്കിൽ സങ്കുചിതമായ മൂല്യങ്ങളിലേക്ക് അവരെ ചുരുക്കുകയല്ല, മാനവികതയിലേക്ക് വളർത്തി ഹൃദയത്തിൻ്റെ മൂല്യങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലേക്ക് അവരെ ഉണർത്തിക്കൊണ്ട് അവരെ നല്ല മനുഷ്യരാക്കി മാറ്റാൻ സാധിക്കുമ്പോൾ they will be able to leverage technology to solve these problems. ഇല്ലെങ്കിൽ അവർ പ്രോബ്ലം തന്നെ ഉള്ളതായിട്ട് മനസ്സിലാക്കുകയില്ല. ഇപ്പോൾ ഇവിടെ കാണിച്ച പടങ്ങളൊക്കെ തന്നെ ഭവനരഹിതരുടെ കുറച്ച് പടങ്ങൾ കാണിച്ചല്ലോ, വെരി ഡിസ്റ്റർബിങ് ഫോട്ടോസ്. വളരെ വളരെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. പക്ഷേ ഒറ്റ സന്തോഷം എന്തെന്ന് വെച്ചാൽ ഇതൊന്നും കേരളത്തിലെ പടങ്ങളല്ല കേട്ടോ. കേരളത്തിൽ ഇത്രത്തോളം ഭവന ദാരിദ്ര്യം ഉള്ളവരില്ല. കാരണം വഴിയിൽ കിടന്നുറങ്ങുന്നവരൊക്കെ ഉണ്ടാകും, പക്ഷേ വളരെ കുറവാണ്. ഇതെല്ലാം ഉത്തരേന്ത്യയിലെ പടങ്ങളാണ്. അത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു ഫലമാണ് കേട്ടോ. ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്നവരവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ വീടില്ലാത്തവരുണ്ട്, ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ ദുരിതങ്ങളെ മൂടി വയ്ക്കാനും നമ്മുടെ ജനങ്ങൾക്ക് ഒരു ആത്മാഭിമാനമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി വരാൻ പോകുന്ന നാളുകളിൽ
നമ്മുടെയൊക്കെ ജീവിതം ഒരു പരിധിയൊക്കെ എത്തിയല്ലോ. നിങ്ങളുടെയൊക്കെ ജീവിതവും നമ്മുടെ എല്ലാ ജീവിതം അതിൻ്റെ പകുതിയോളം എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മക്കൾ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സജ്ജമാകുന്ന മസ്തിഷ്കവും ഹൃദയവുമുള്ള മനുഷ്യരായി മാറണമെങ്കിൽ അവരെ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ, സേവന പ്രവർത്തനങ്ങളിൽ ജാതിമത ചിന്തയ്ക്ക് അതീതമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ ഒന്നായി കാണുന്ന മാനവിക മതേതര മൂല്യങ്ങളിൽ അവരെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് മസ്തിഷ്കത്തിൻ്റെയും അഥവാ ധിഷണയുടെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കോമ്പോസിറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് വളർത്താൻ നമുക്കവരെ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആചാര്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് യുവാക്കൾ പഠിച്ച് നന്നാവണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി രൂപാന്തരപ്പെട്ടത്. ആ സ്വപ്നങ്ങളെ സഫലമാക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ തലമുറയ്ക്ക് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളും മാനവിക മൂല്യങ്ങളും അവരെ നയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അതിനിട നൽകുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന NSS കുവൈറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി ശ്ലാഘിച്ചുകൊണ്ട് ഈ വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കവിതയും കലയെയും സാഹിത്യത്തെ പറ്റി ഒന്നും പറയാൻ നിങ്ങളെനിക്ക് അവസരം തന്നില്ല എന്ന കുറുമ്പും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ.